കാസർഗോഡ് ചരിത്രം തെറ്റിച്ചില്ല. ഇത്തവണയും സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന പോളിംഗ്. പക്ഷേ കാസർഗോഡ് തെറ്റുന്ന പ്രതീക്ഷ ആരുടേതാകാം? പോളിംഗ് ശതമാനം വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ ചില സൂചനകൾ കാണാനാകും. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് 76.04%. 2019 അപേക്ഷിച്ച് 4% കുറവ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലാണ്. 71.65% മാത്രം. കഴിഞ്ഞ വട്ടത്തേക്കാൾ 5% ഇടിവ്. ലീഗും BJPയും മുഖാമുഖം വരുന്ന മഞ്ചേശ്വരത്ത് പോളിംഗ് ശതമാനത്തിൽ 3% മാത്രം കുറവാണ് ഉണ്ടായത്. ഇവിടെ BJP ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ കടമ്പാർ ഡിവിഷൻ പ്രതിനിധിയാണ് BJP സ്ഥാനാർത്ഥി ML അശ്വിനി. മഞ്ചേശ്വരത്തും കാസർഗോഡും പോളിംഗ് കുറഞ്ഞതിൽ UDFന് നെഞ്ചിടിപ്പുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിലാണ് ഉയർന്ന വോട്ടിംഗ്. പയ്യന്നൂരിൽ 80 കടന്നു. എന്നിട്ടും 2019 5% കുറവ്. കല്യാശ്ശേരിയിലുമുണ്ടായി 5% ഇടിവ്. എങ്കിലും പാർട്ടി വോട്ടുകൾ ചെയ്യിക്കുന്നതിൽ CPM ജാഗ്രത കാട്ടി. കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ ഭേദപ്പെട്ട പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നു. 2019 കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും LDFന്റെ ലീഡ് 2000 കുറച്ചതും പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന ഉദുമയിൽ ലീഡ് നേടാനായതും രാജ്മോഹൻ ഉണ്ണിത്താന് നേട്ടമായി. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ LDFനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി നേടിയ വോട്ടു വിഹിതമാണ് UDFനെന്ന് വിജയമുറപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM എത്രത്തോളം ലീഡ് നേടുമെന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വിധി നിർണ്ണയിക്കുക.